ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുള്ളത് ഞങ്ങളുടെ സ്വന്തം വീട്ടിലാട്ടോ, പാളയംപറമ്പ് വീട്ടിൽ, ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ. അപ്പോൾ ഇന്നലെ കുറച്ച് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു, പിന്നെ എല്ലാവരും മടുത്തു. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങി. ഇന്നലെ ഞങ്ങൾ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല, ഇവിടെ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കിയത്, കാരണം എല്ലാം സെറ്റപ്പ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് വേണം നമുക്ക് എല്ലാം തുടങ്ങാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റിട്ട് കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ ഒന്ന് ഒതുക്കിയിട്ടുണ്ട്. ഇനിയും 2-3 ദിവസത്തേക്ക് ഇങ്ങനെ കാണും കുറേശ്ശെ ക്ലീനിങ് വർക്കുകളൊക്കെ. പിന്നെ നമ്മൾ ഇന്നലെ വാങ്ങിച്ചുകൊണ്ടിരുന്ന മസാല ഐറ്റംസോ അല്ലെങ്കിൽ വീട്ടിലേക്ക് വാങ്ങിച്ച മറ്റ് ഐറ്റംസോ ഒന്നും പാക്കറ്റിൽ നിന്നൊന്നും കാലിയാക്കിയിട്ടില്ല. എല്ലാം അങ്ങനെ തന്നെ ഇരിക്കണം. ഓരോന്നായിട്ട് വേണം നമുക്ക് അൺബോക്സ് ചെയ്യാനും ബോട്ടിലുകളിലൊക്കെ ആക്കി എടുത്തു വെക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ എന്താ കിച്ചണിലേക്ക് കടക്കാൻ പോകണം. രാവിലെ തന്നെ കിച്ചണിലേക്ക് കടന്ന് ഇത്തിരി കുറച്ച് നേരമൊക്കെ ഒന്ന് ക്ലീനിങ് വർക്കുകളൊക്കെ ചെയ്തു. ഇനിയുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നിതാ കിച്ചണിലേക്ക് കടന്ന് ജോലികളൊക്കെ ആരംഭിക്കാൻ പോകണം. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ അങ്ങനെ കിച്ചണിലേക്ക് ഞാൻ എന്താ കടന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നലെ വാങ്ങിച്ചു കൊടുക്കുന്ന സാധനങ്ങളെല്ലാം എന്താ ഇവിടെ ഇങ്ങനെ പാക്കറ്റുകളിലൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഒന്നും എടുത്തിട്ടില്ല. ആകെ ഉള്ളി, സബോള, പിന്നെ ഉരുളക്കിഴങ്ങ്, പച്ചക്കറികൾ അതൊക്കെ വാങ്ങിച്ചതൊക്കെ ഞാൻ എന്താ ഇവിടെ കൊണ്ട് സെറ്റാക്കിയിട്ടുണ്ട്. ചെറിയുള്ളി ഇവിടെ മുകളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്, മുകളിലത്തെ തട്ടിൽ. പിന്നെ ഉരുളക്കിഴങ്ങ്, പിന്നെ സബോളയും വെളുത്തുള്ളിയും കൂടെ താഴത്തെ ആ ഒരു ബാസ്ക്കറ്റിൽ അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പൈപ്പൊക്കെ കൂടെ തുറന്നിട്ടിരിക്കുകയാണ്, കാരണം ചേട്ടൻ ടാങ്ക് കഴുകിക്കൊണ്ടിരിക്കുകയാണ് മുകളിൽ. നമ്മളൊരു വർഷമായിട്ട് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ടാങ്ക് കഴുകാമെന്ന് പറഞ്ഞ് ടാങ്ക് കഴുകിക്കൊണ്ടിരിക്കണം. പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഈ വർഷം വാടകക്കാരൊന്നും ഇല്ല. ഇപ്പോൾ ഈ വർഷം താഴെയും ഫ്രീ ആണ്. പക്ഷേ താഴെ ഞങ്ങൾക്ക് കിച്ചണൊക്കെ ഒന്ന് മെയിൻ്റനൻസ് നടത്തണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ യൂസ് ചെയ്യാമെന്ന് വെച്ചു. ഇന്നലെ രാത്രി ഉറങ്ങിയതൊക്കെ താഴെ കേട്ടോ. ഉറങ്ങിയതൊക്കെ താഴത്തെ റൂമുകളിലാണ്, കാരണം മുകളിൽ ഒരുവിധം നല്ല ചൂടുണ്ട്. പക്ഷെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഈ കിച്ചണിൽ തന്നെ ചെയ്യണം, കാരണം എൻ്റെ എല്ലാ പ്ലേറ്റ്സുകളും പിന്നെ പാത്രങ്ങളും എല്ലാം ഇരിക്കുന്നത് ഇവിടെ തന്നെയാണ്. എല്ലാ മസാലകളുടെ ഡിബ്ബകളും ഒക്കെ ഇരിക്കുന്നത് ഇവിടെ തന്നെ. അപ്പോൾ ഇവിടെ തന്നെ യൂസ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അതുകൊണ്ട് കുക്കിംഗ് നമ്മുടെ ഈ സെയിം കിച്ചണിലാണ്. ഉറങ്ങാനൊക്കെ രാത്രിയിൽ തണുപ്പും അങ്ങനെ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ജോലികളൊക്കെ. ഇന്ന് ഞാൻ രാവിലെ തന്നെ കപ്പ പുഴുങ്ങാണ്. കപ്പ പുഴുങ്ങി എന്തെങ്കിലും ഒരു ചട്നി അരച്ച് കഴിഞ്ഞാൽ, വെറുതെ ഉള്ളി മുളകും കൊണ്ട് ജസ്റ്റ് ഒരു ചെറിയ ചട്നി അരച്ച് കഴിഞ്ഞാൽ രാവിലത്തെ കാര്യം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ കപ്പ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ പൈപ്പ് തുറന്നു അതിന് മുമ്പായിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് പിടിച്ച് വെച്ചു. ഇനി പയ്യെ നമുക്ക് ജോലികളിലേക്ക് കടക്കണം. അങ്ങനെ ഞാൻ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യാനായിട്ട് ഒരു കത്തി, പിന്നെ ഒരെണ്ണം ഇത്തിരി വലിയ കത്തി വാങ്ങിയിട്ടോ. നമുക്ക് പൈനാപ്പിൾ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക വലിയ ഐറ്റംസ് ഇല്ലേ, ഇപ്പം മീനോ അങ്ങനത്തെ ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നെങ്കിൽ കട്ട് ചെയ്യാൻ പറ്റിയ വലിയൊരു കത്തി അതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ചെറിയ കത്തി ഒരെണ്ണം വാങ്ങിക്കുക. ഇതാണ് ചെറിയൊരു കത്തി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഞാനിങ്ങനെ കത്തിയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് കണ്ടപ്പോൾ ഒരു ബൗള് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ചെറിയൊരു ബൗള് വാങ്ങിച്ചിട്ടുണ്ട്, സ്റ്റീലിൻ്റെ ബൗള്. പിന്നെ ഇത് നമ്മുടെ വെളിച്ചുള്ള കുപ്പി. ഇത് നമുക്ക് കിച്ചണിലേക്ക് കുക്കർ കാര്യങ്ങളൊക്കെ കഴുകാനുള്ള അങ്ങനത്തെ ഒരു സ്റ്റീൽ ഊണ് വാങ്ങിയതാ. പിന്നെ ഇത് നമ്മുടെ സാമ്പാർ പൗഡർ. ഇതുകൊണ്ടൊക്കെ ബോട്ടിലാക്കണം. കുറച്ചിങ്ങനെ പ്ലാസ്റ്റിക് ഡിബ്ബകളിൽ തന്നെ വയ്ക്കാമെന്ന് ഞാൻ വിചാരിച്ചങ്ങനെ എല്ലാം പകർത്തി ബോട്ടിലേക്ക് ഇടണമെന്ന് വിചാരിക്കേണ്ടത്, കാരണം പിന്നെ ബോട്ടിൽ ക്ലീനാക്കാനൊക്കെ ടൈം എടുക്കും. ഇത് കിച്ചൺ ടവൽസ് വാങ്ങിച്ചിട്ടില്ല 2-3 നമ്മുടെ സോപ്പ്. ഇത് ഹാൻഡ് വാഷ് വാങ്ങിച്ചതാണ്. ഇത് ചന്ദ്രികയാണ്. അപ്പോൾ ബൈ 1 get 1 ഫ്രീ ആണ്. ഞാനവർക്ക് വാഷ് ബേസിൻ്റെ കലക്കി വെക്കാൻ എന്തായാലും വേണം. അപ്പോൾ ഇത് വാങ്ങിയത് ഇത് പഞ്ചസാര, ബിസ്ക്കറ്റ് വാങ്ങിച്ചത് വെച്ചിട്ട്, ഡിഷ് വാഷ് ലിക്വിഡ്, ഉപ്പ് ഞാൻ ഓൾറെഡി പൊട്ടിച്ചായിരുന്നു കേട്ടോ. ഉപ്പും ഇന്നലെ വാങ്ങിയതാണ്. ഇത് വാഷ്റൂമൊക്കെ കഴുകാനൊക്കെ ആയിട്ട്, ബാത്റൂമൊക്കെ കഴുകാനായിട്ട് നമ്മൾ ഹാർപ്പിക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടെ കിച്ചണിലായാലും പൈപ്പിമ്മ പിടിപ്പിക്കാന്ന് വെച്ചിട്ട് ഞാൻ ഇത് കണ്ടപ്പോൾ വാങ്ങിയതാണ്. ഇത് അറിയില്ല ഫിറ്റാവും, അറിയില്ല. ഇപ്പോൾ ഫിറ്റാവാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ, ഇത്തിരി ടൈറ്റാണ്. ചേട്ടനോട് ഇപ്പോൾ വെള്ളം പോയിക്കൊണ്ടിരിക്കണം. ചേട്ടൻ വന്നു, ചേട്ടന് ജോലി കഴിഞ്ഞിട്ട് ഫിറ്റാക്കട്ടെ. ഞാൻ ഫിറ്റാക്കുന്ന ടൈറ്റായിരിക്കും. ഇതിന് കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഈ വീട്ടിൽ ഇൻവേർട്ടറൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ക്യാൻഡിൽ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം മസാലകളാണ്. ഇതെല്ലാം കംപ്ലീറ്റ് മസാലകളാണ്. ഇത് സോപ്പും പൊടി, തുണിയൊക്കെ വാഷ് ചെയ്യാനായിട്ട് സോപ്പും പൊടി വാങ്ങിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതെല്ലാം ഞാനിനി ഒന്ന് സെറ്റാക്കട്ടെ. എന്നിട്ട് വേണം ഞങ്ങളുടെ രാവിലത്തെ കാര്യങ്ങൾ അത് കഴിഞ്ഞ് ഉച്ചക്കലത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട്. ഒത്തിരി ജോലികൾ പെൻഡിങ്ങുണ്ട്. അപ്പോൾ ഇത് എൻ്റെ മസാല ബോക്സ്. അപ്പോൾ ഇതിലേക്ക് തന്നെ ഞാൻ എല്ലാം ഇങ്ങനെ ഇപ്പോൾ പാക്കറ്റിൽ പൊട്ടിക്കുന്നില്ല, ആവശ്യം വരുമ്പോൾ മാത്രം പൊട്ടിച്ച് ഉപയോഗിച്ച് പിന്നെ ഇതേപോലെ തന്നെ വെക്കുകയാണെങ്കിൽ നമുക്ക് കൊണ്ടുപോകാനായാലും എല്ലാത്തിനും സൗകര്യമുണ്ട്. അപ്പോൾ എല്ലാ ബോട്ടിലുകളിലാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബോട്ടിലുകളെല്ലാം കാലിയാക്കി കഴുകിയൊക്കെ ഞാൻ വെക്കണം. അപ്പോൾ അത് രണ്ടുകൊണ്ട് ഇതേ രീതിയിൽ വയ്ക്കാമെന്ന് വിചാരിച്ചേക്കണം. ഈ പപ്പടം വാങ്ങിച്ചു കേട്ടോ, ജീരകം, ബോട്ടിലെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഇത് നമ്മുടെ കാശ്മീരി മുളക് പൊടി, കിച്ചണിൽ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി വാങ്ങിയ ബ്രഷാണ്. ഇത് ഗരം മസാല, ഇപ്പോൾ നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന മസാലയ്ക്ക് ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി, ഇത് പുൽത്തൈലം വാങ്ങിച്ചിട്ടോ. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് തുടയ്ക്കുന്ന സമയത്തൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇത് 2 തുള്ളി ഒഴിച്ച് തുടച്ചാൽ നല്ലൊരു സ്മെല്ല് കിട്ടുള്ളൂ. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞാൻ റവ വാങ്ങിയതാണ്. ഇപ്പോൾ വറുത്ത റവ എടുത്തേക്കണം. പിന്നെ ഇത് ചെറിയൊരു പാക്കറ്റ് റൈസ് പൗഡർ വാങ്ങിച്ചേക്കുന്നതാ. നമുക്ക് നൂലപ്പോ അല്ലെങ്കിൽ അപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ച് അങ്ങനെ വാങ്ങിച്ചിരിക്കുന്നത്. ഉലുവ, നമ്മുടെ മെയിൻ ഐറ്റമായ പരിപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ചിക്കൻ മസാല, ഇത് ചായപ്പൊടി എനിക്ക് പൊട്ടിച്ചിടണം. ചായപ്പൊടി പഞ്ചസാരയെല്ലാം പൊട്ടിച്ചിടണം. പപ്പടം 2 പാക്കറ്റ് വാങ്ങിയത് ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ തീപ്പെട്ടി വാങ്ങിയതാ. കറണ്ടൊക്കെ പോയി പെട്ടെന്ന് മാച്ച് ബോക്സിൻ്റെ ആവശ്യം വന്നാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചിരിക്കുന്നത്. ഇത്രയ്ക്കുള്ള ഈ പാക്കറ്റും കാലിയായി. അടയ്ക്കാൻ പറ്റില്ലായിരിക്കും, പിന്നെ വെച്ച് വയ്ക്കാമെന്ന് മാത്രം. ഞാനിതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കട്ടെ കേട്ടോ. അപ്പം അങ്ങനെ കിച്ചണിലെ കുറച്ച് ജോലികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ടുണ്ട്. ഇനി അരിയുടെ പാക്കറ്റ് അവിടെ വാങ്ങി വെച്ചിട്ടുള്ളൂ. അരിയുടെ ഡിബ്ബയൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അരി നമുക്കിതിലേക്ക് പൊട്ടിച്ചിടണം. പിന്നെ കപ്പയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയത് ഞങ്ങളുടെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. കപ്പയൊക്കെ കഴിച്ചു കഴിഞ്ഞതാ. ഇനിയിപ്പോൾ 2 കഷ്ണം ബാക്കിയുള്ളൂ. അവിടെ പാത്രങ്ങളൊക്കെ കഴുകാൻ കിടക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ തന്നെ ചേട്ടനും അഞ്ചും കൂടെ താഴേക്ക് പോയിട്ടുണ്ട്. താഴത്തെ ഫ്ലോറിലൊക്കെ കർട്ടൻ ഇടണം, അതുപോലെ തന്നെ മുകളിലിടണം. അപ്പോൾ ആദ്യം താഴേന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവർ 2 പേരും കൂടെ താഴേക്ക് പോയിട്ടുണ്ട്. നമുക്ക് താഴേക്കൊന്ന് പോയി നോക്കാം. അഞ്ചു പപ്പേനെ ഹെൽപ്പ് ചെയ്ത് ക്ഷീണിതയായി ഇതാ അവിടെ താഴെ വന്നിരിക്കുന്നു. ചേട്ടൻ ഇതാ അവിടെ കർട്ടൻ്റെ പണി. 2 3 ഈ ഡോറിനൊക്കെ ഇട്ട് കഴിഞ്ഞു അല്ലേ? എവിടെ കിട്ടോ? ഓക്കെ. ഇവിടെ ഇട്ടു. ഈ റൂമിൻ്റെ ഉള്ളിലിടാനില്ലേ? അപ്പോൾ ഇവരിവിടെ കർട്ടനൊക്കെ ഇട്ടിട്ട് എനിക്ക് മോളിൽ ചെന്നിട്ട് ഒത്തിരി ജോലികളുണ്ട്. നമ്മുടെ എഡിറ്റിംഗ് വർക്ക് ഇങ്ങനെ കിടക്കാണ്, എവിടെയും ഒന്നും എത്തിയിട്ടില്ല. ഞാൻ പയ്യെ മുകളിലേക്ക് പോണ്. എൻ്റെ എഡിറ്റിംഗ് റൂമെല്ലാം അവിടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടേക്ക് പോകണം. ഇവിടെ നമ്മുടെ TV വെച്ചിട്ടുണ്ട്. TV വർക്കിംഗ് അല്ലാതെ കൊണ്ട് TVനെ ഇവിടെ കെട്ടി പൊതിഞ്ഞെടുത്ത് വെച്ചേക്കണം. ഇതാണ് കേട്ടോ എൻ്റെ എഡിറ്റിംഗ് റൂം. ഈ ടേബിളും വെച്ചാണ് ഞാൻ എഡിറ്റിംഗൊക്കെ ചെയ്യുന്നത്. ജനലേക്ക് ഇതാ അഞ്ചു കുഞ്ഞായിരുന്നപ്പോഴത്തെ ഊഞ്ഞാല് കെട്ടിയതാട്ടോ. ഊഞ്ഞാലവിടെ അഴിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ പറയും കെട്ടിത്തരാൻ. അത് കുഞ്ഞായിരുന്നപ്പോൾ അതിനകത്തൊക്കെ ഇരുന്ന് കളിക്കാറുണ്ട്. ഊഞ്ഞാല് കെട്ടിക്കൊടുത്ത് 2 ജനലേക്കും പിടിച്ച് കെട്ടിക്കൊടുത്ത് അങ്ങനെ കളിക്കാറുണ്ട്. ഇനി ഞാൻ എഡിറ്റിംഗ് വർക്കൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ. താഴത്തെ ഫ്ലോറിൽ കർട്ടനൊക്കെ ഇടൽ കഴിഞ്ഞതാ ചേട്ടൻ മുകളിലത്തെ ഫ്ലോറിലേക്ക് ഇതാ കർട്ടനൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുകളിലത്തെ ഫ്ലോറിലെ കർട്ടനും താഴത്തെ കർട്ടനും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഞങ്ങൾ താഴത്തെ ഫ്ലോറിലേക്ക് വേറൊരു ഡിസൈനാണ് വാങ്ങിച്ചേക്കണത്, മുകളിലത്തെ ഫ്ലോറിൽ വേറെ ഡിസൈൻ. ചേട്ടൻ എന്താ മാർക്കറ്റിലേക്കൊന്ന് പോകണം. കിച്ചണിൽ കുറച്ച് ഐറ്റംസും കൂടെ ഒക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതാ വണ്ടി എടുത്തതാ പോകുന്നു. മൊബൈൽ എടുക്കാൻ മറന്നുപോയി ചേട്ടൻ. എന്താ അഞ്ജലി മൊബൈൽ കൊണ്ടുപോയി കൊടുക്കണം. നമ്മൾ ഓരോന്നിങ്ങനെ കിച്ചണിൽ വർക്ക് ആരംഭിച്ച് കഴിയുമ്പോഴാണ് ഓരോന്നിൻ്റെ കുറവൊക്കെ മനസ്സിലാവുള്ളൂ. ഞങ്ങൾ ലിസ്റ്റൊക്കെ ഉണ്ടാക്കി സാധനങ്ങൾ പോയി വാങ്ങിക്കാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ഓർമ്മ വന്ന ഐറ്റംസൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ കുറച്ച് ഐറ്റംസിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ചേട്ടൻ പോയതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം എഡിറ്റിംഗ് ഒക്കെ ചെയ്തു.
എഡിറ്റിങ് ചെയ്ത് ഇവിടുത്തെ കാലാവസ്ഥയിൽ വേഗത്തിൽ തന്നെ ഉറക്കം വരണം നമുക്ക്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിന്ന് ഇനി ഉച്ചക്കലത്തേക്കുള്ള ലഞ്ച് റെഡിയാക്കണം. അപ്പോൾ ഇന്ന് സിമ്പിൾ ലഞ്ചായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അരിയൊക്കെ കഴുകിയെടുത്ത്, നമ്മുടെ പവിഴം അരിയാണ്. അപ്പോൾ അരി നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ട് കുക്കറിലേക്ക് ഇതാ അരി എടുത്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോസ് പണ്ട് മുതൽ കാണുന്നവർക്കറിയാം, കാണാത്ത പുതിയവർക്കായിട്ട് പറയണം കേട്ടോ. ഇതാണ് എൻ്റെ കൊച്ചു കിച്ചൺ. ഇതാണ് ഞങ്ങളുടെ കേരളത്തിലത്തെ കൊച്ചു കിച്ചൺ. പക്ഷെ എനിക്കിഷ്ടം കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് വേണ്ടതായ എല്ലാ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട്. കൊച്ചു കിച്ചണാണെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കബേർഡ് വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും കിച്ചൺ നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് ഇടാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇവിടെ വന്നു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കിച്ചണിൽ വർക്ക് ചെയ്യാൻ തന്നെ. കാരണം എല്ലാ ജോലികളും നമുക്ക് വേഗത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാ ഞാൻ അരി കഴുകിയിട്ടുണ്ട്. പക്ഷെ കുറച്ചും കൂടെ വെള്ളം വേണം. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കട്ടെ. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഈ കുക്കർ നമുക്ക് അടുപ്പത്ത് കയറ്റാം. ഇനി അടുത്ത എൻ്റെ ജോലി എന്ന് പറയുന്നത് പരിപ്പ് ഉണ്ടാക്കണം. പരിപ്പ് കറി. അപ്പോൾ പരിപ്പ് കറിക്ക് ഞാൻ എന്താ പരിപ്പൊക്കെ കൂടെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തും ചതച്ചും ഒക്കെ എടുക്കണം. പച്ചമുളക്, എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡിയാക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് തോരൻ വയ്ക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം പരിപ്പിനെ ഒന്ന് വേഗം അടുപ്പത്തേക്ക് ആകട്ടെ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ ചതച്ചെടുത്തു, ക്ലീൻ ചെയ്ത് ചതച്ചെടുത്തു. പിന്നെ 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പരിപ്പൊക്കെ കഴുകി ഓൾറെഡി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ബ്രഷ് കമ്പനിയാട്ടോ, ബ്രഷ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അപ്പോൾ അവിടെ ഇട്ട് അവർ കട്ടിലും മുട്ടിലും കൊട്ടലൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒച്ചയൊക്കെയാണ് നിങ്ങൾ വീഡിയോയിൽ കൂടെ കേൾക്കുന്നത്. നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ക്ലിയർ ആവുന്നുണ്ടോ എൻ്റെ വോയിസൊന്നും അറിയില്ല. പക്ഷെ ഇവിടെ വേറെ വൃത്തിയില്ല. അവർക്ക് രാവിലെ തൊട്ട് 5 മണി വരെ, 8 മണി തൊട്ട് 5 മണി വരെ എന്ന് തോന്നുന്നു വർക്കിംഗ് ടൈം. അപ്പോൾ ആ സമയത്ത് എന്തായാലും തട്ടുമുട്ടൊക്കെ കേൾക്കും എന്നും. അതാണ് ഇവിടുത്തെ സ്ഥിതി. സൺഡേയിലില്ല കേട്ടോ, സൺഡേയിൽ അവർക്ക് ഹോളിഡേയാണ്. ഞാൻ കട്ട് ചെയ്തൊക്കെ ഇട്ടിട്ട് ഇനി മഞ്ഞപ്പൊടി ഇടണം. അപ്പോൾ ശകലം മഞ്ഞപ്പൊടിയുടെ പാക്കറ്റ് ഇത്തിരി പൊട്ടിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ബോട്ടിലേക്ക് ആക്കിയിട്ടില്ല മഞ്ഞപ്പൊടീനെ, ചെറുതായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി ജീരകം ഇടുന്നുണ്ട് കേട്ടോ. ഗ്യാസ് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ശകലം ജീരകം. നമുക്ക് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിനെ ഞാൻ ബോട്ടിലേക്ക് ആക്കിയായിരുന്നു. ഉപ്പ് നമുക്ക് എല്ലാത്തിനും വേണ്ടതല്ലേ. അതുകൊണ്ട് ഉപ്പിനെ ഞാൻ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പരിപ്പിൻ്റെ കുക്കറും അടച്ചിട്ട് വെച്ചു. അങ്ങനെ നമ്മുടെ ഉച്ചക്കലത്തേക്കുള്ള ചോറും പരിപ്പും റെഡിയായി. ഇനി എനിക്ക് തോരൻ വെക്കണം. തോരൻ വെക്കാനായിട്ട് തോരൻ വെക്കാമെന്ന് വിചാരിച്ചിരിക്കണം. പയർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പയറെടുത്ത് കട്ട് ചെയ്ത് വേഗം തോരൻ ഉണ്ടാക്കട്ടെ. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ ഞാൻ വേഗം തന്നെ പരിപ്പ് കറി നമ്മുടെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ പയർ തോരൻ എന്ന് പറയാൻ പറ്റില്ല, പയറും കപ്പയും കൂടെ ഒലത്തിയിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പം ഇന്ന് രാവിലെ ഞാൻ കപ്പ പുഴുങ്ങിയായിരുന്നു. അപ്പോൾ ബാക്കി അതിനകത്തൊരു ചെറിയ 1-2 കഷ്ണം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ എടുത്ത് പയറും കപ്പയും കൂടെ ഒലത്തിയെടുത്തേക്കുന്ന കേട്ടോ. മുളക് പൊടിയൊക്കെ ഇട്ട് ഈ രീതിയിൽ പയറും പച്ചക്കപ്പയും കൂടിയായിട്ടുള്ള ഉപ്പേരി റെഡി ആയിട്ട്, ഞങ്ങളിതിന് ഉപ്പേരി എന്ന് പറയാറ്. അപ്പം അങ്ങനെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ചോറ് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ കടയിൽ നിന്നൊക്കെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിനി ചോറുണ്ടാൻ പോവാണ്. ചേട്ടൻ കടയിൽ പോയേക്കായിരുന്നു. അപ്പോൾ ചേട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പിന്നെ ഇനി അച്ചാറുണ്ട്. ഞാൻ അച്ചാർ കാണിച്ചിരുന്നു നിങ്ങളെ. അച്ചാർ ഇന്നലെ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയ സമയത്ത് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല അടിപൊളി അച്ചാറാണ്. ലെമൺ ഡേറ്റ്സ് പിക്കിൾ, നാരങ്ങ ഈന്തപ്പഴം അച്ചാർ. സൂപ്പർ അടിപൊളി, നല്ല ടേസ്റ്റിയാണ്. ഇന്ന് രാവിലെ ഞങ്ങൾ കഴിച്ചായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആദ്യമായിട്ട് കഴിക്കണേ നാരങ്ങ ഈന്തപ്പഴത്തിൻ്റെ അച്ചാർ. ഞങ്ങൾക്ക് അവിടെ കിട്ടുന്നില്ല, UP ഇങ്ങനത്തെ അച്ചാർ കിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം കിട്ടി, കഴിച്ചു. ഭയങ്കര ഇഷ്ടം. പിന്നെ പപ്പടം വേണമെങ്കിൽ കാച്ചാം. പപ്പടം ഇരിപ്പുണ്ട്. പക്ഷേ ചേട്ടന് വേഗം ഫുഡ് കഴിച്ചിട്ട് ഇനി വേറെ ഒത്തിരി ജോലികളുണ്ട്. അപ്പോൾ അതിനോട് എനിക്ക് പപ്പടം ഒന്നും കാച്ചാൻ നിൽക്കണില്ല. പപ്പടമൊക്കെ ഇനി പിന്നെ വേറെ ദിവസം നമുക്ക് പപ്പടമൊക്കെ കാച്ചാം. പപ്പടം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഞാൻ കിച്ചണിൽ നിന്നിട്ട് അങ്ങനെ വേർത്ത് മൂന്നാണ്. മോഡൽ കിച്ചണിൽ നല്ല ചൂടാണ്. ഫാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, വാൾ ഫാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഗ്യാസ് ഓണാക്കുമ്പോൾ
ഫാൻ നിർത്തും, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തീ കെട്ടുപോകും. അപ്പോൾ അത് തന്നെ കട്ടിങ്ങിൻ്റെ സമയത്തും ക്ലീനിങ്ങിൻ്റെ സമയത്തും ഒക്കെ ഫാൻ ഓൺ ആക്കിയിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഒക്കെ എന്നത്തേക്ക് എനിക്ക് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റാമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ ഞങ്ങളുടെ കറങ്ങുന്ന ദിവസങ്ങളാണ്, കറക്കത്തിൻ്റെ ദിവസങ്ങളാണ്. അപ്പോൾ ഓരോ സ്ഥലത്തേക്കൊക്കെ രാവിലെ പോയാൽ ചിലപ്പോൾ രാത്രിയിലൊക്കെ വരാം. അപ്പോൾ ടൈം കിട്ടില്ല. അപ്പോൾ എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റില്ലെന്നൊന്നും എനിക്കറിയില്ല. പറ്റുന്ന പോലെയൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തിടാം. അപ്പോൾ നിങ്ങളെന്നും സപ്പോർട്ടിനായിട്ട് എൻ്റെ കൂടെ ഉണ്ടാവണം. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടൊക്കെ എന്നും വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കണം. വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തതിന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതിനുവേണ്ടി നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.